ആരെ പോണതിന് അല്ല ബേബിനെ കാണാൻ. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് ഞങ്ങൾക്ക് രാവിലെ തന്നെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ അതോടെ ഇക്കാടെ വൈഫിൻ്റെയും കുഞ്ഞാവൻ്റെയും 40 വിളിയായിരുന്നു ഇന്ന്. നമുക്കിപ്പോൾ 40 വിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞാവയൊക്കെ ജനിച്ചിട്ട് ഒരു 40 ദിവസമാണ് എന്നാണ് പിള്ളേർക്ക് ആദ്യമായിട്ട് നമുക്ക് ഗോൾഡ് ഗിഫ്റ്റായിട്ട് കൊടുക്കണം. അപ്പോൾ അവിടെ ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് ഞാനും പാപ്പിയും ഉമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അത് വന്നില്ല കേട്ടോ, അതിനും ഉണ്ടായിരുന്നു. ഞങ്ങൾ പോണ വഴിക്ക് റീഗലിൽ കയറി. ഉമ്മയ്ക്ക് ഒരു ചെറിയ പർച്ചേസ് ഉണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് അതിൻ്റെ ഫേസ് നോക്കി ഭയങ്കര ഷോക്ക് അടിച്ച ഫേസായിരുന്നു. ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല ആൾക്ക്. ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു മെയിനായിട്ട്. അപ്പോൾ അവിടെ കയറിയതും ആരെങ്കിലും വന്ന് എടുക്കണമെന്നൊന്നും അതിനോട് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ ബില്ല് ചെയ്തിട്ട് നേരെ വീട്ടിൽ പോയി. ഇപ്പോൾ കാക്കനാട് കേട്ടോ, ബാബിയുടെ വീട്ടിലാണ് ഇന്ന് പരിപാടി നടക്കുന്നത്. ഇതാണ് ബാബിയുടെ വീട് കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഫംഗ്ഷനൊക്കെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ എല്ലാവരും ഇങ്ങനെ ടേബിളിൽ ബേബിനൊക്കെ എടുത്തിട്ട് എല്ലാവരും ഇങ്ങനെ ഗോൾഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് സംഭവം. ശരിക്കും ചടങ്ങ് എന്ന് പറയാൻ ഇതാണ് സംഭവം. ഇതാണ് നമ്മുടെ ബേബിയുടെ ഫാദർ കേട്ടോ. അതാണ് ഞാൻ അതുകൊണ്ട് ഇക്കാക്ക. ഈ ബ്ലൂ ഇട്ടകനാണ് ബേബിയുടെ മദർ. ഇത് ബാബി. ഇത് പേപ്പറിലായതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടല്ലോ. അപ്പോൾ ബേബിക്ക് അത്യാവശ്യം ചൂട് എടുത്തിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് കരയാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അടുത്ത് ചടങ്ങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡായിട്ടുണ്ടായിരുന്നത് നെയ്ച്ചോറും ബീഫ് കറിയും പരിപ്പറി ആ ഒരു സംഭവം. ഞാൻ കുറേ നാളായി കഴിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കണം കേട്ടോ. ഇതേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കാറ്റുള്ള വേണ്ടി പുറത്തിറങ്ങി നിൽക്കണുണ്ട്. വീടിൻ്റെ അകത്ത് അത്യാവശ്യം ചൂടുള്ളതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി നിൽക്കണ്ട. അപ്പോൾ ഇച്ചിക്കാക്ക് വന്നിട്ട് അതിനുവിൻ്റെയും വാപ്പിൻ്റെയും ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിന് ഓൾമോസ്റ്റ് ഓക്കെ ഉണ്ടായിരുന്നു. എല്ലാവരോടും സംസാരിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ പുറത്തിറങ്ങിയിട്ട് ഉമ്മയും എല്ലാവരും കൂടി എന്തോ സംസാരിക്കണം. ഞങ്ങൾ കുറച്ചും കൂടി മാറി തണലത്തൊക്കെ നിൽക്കണമായിരുന്നു. അങ്ങനെ അത് അവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളിത് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിലുണ്ട്. വെയിലത്ത് നിന്നിട്ടാണ് അവന്മാർ ചാറ്റ് കൊടുക്കലും കൊടുക്കലൊക്കെ കേട്ടോ. ദീവന്മാരെന്ന് പറയണതും ഞാതുവിൻ്റെ ഇക്കാക്കന്മാരാണ്. ചെറിയ ഏജിന് ഡിഫറൻസ് ഒക്കെ ഉള്ളൂ. എല്ലാവരും അതിൻ്റെ മൂത്തപ്പന്മാരാണ് ഈ 3 പേരും. ഇത് ഉമ്മയുടെ ഇത്താത്തയുടെ മക്കളാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ പോണ വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. മറൈൻ ഡ്രൈവിൻ്റെ ആ ഒരു സൈഡിലായിരുന്നു കേട്ടോ. ഇതിവിടെ ഭയങ്കര റേറ്റ് ആയിരുന്നു. മറ്റുള്ള ഷോപ്പിൽ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. പൈനാപ്പിളൊക്കെ 1 കിലോ 100 രൂപയ്ക്ക് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പൈനാപ്പിളൊന്നും വാങ്ങിച്ചില്ല. റേറ്റ് കുറവാണെന്ന് തോന്നിയ കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ട് പോയി. കുമ്മട്ടിയൊക്കെ വാങ്ങിച്ചപ്പോൾ ഉമ്മ അവിടെ തന്നെ കട്ട് ചെയ്ത് പോയിട്ടാണ് എടുത്തത്. അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ കൊള്ളൂലായിരിക്കും. ആ സമയത്തൊക്കെ അതിന് നല്ല ഉറക്കമാണ്. രാവിലെ തന്നെ അതിന് ഉറക്കം വന്ന് നിൽക്കണമായിരുന്നു. പക്ഷേ ഉറക്കി കഴിഞ്ഞാൽ അവിടെ ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ഭയങ്കര അലമ്പായിരിക്കും. അപ്പോൾ ഉറക്കാണ്ട് മാക്സിമം ഞാൻ പിടിച്ച് വെച്ചേക്കണായിരുന്നു കേട്ടോ. പക്ഷേ പോണ വഴിക്ക് അതിന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പോണ വഴിക്ക് ഞങ്ങൾ പെട്രോൾ അടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.